ഇപ്പോൾ നാടകവും ഷോർട്ട് ഫിലിംസൊക്കെ അല്ലാതെ മലയാളം മൂവിയിലേക്ക് വന്നപ്പം ഫസ്റ്റ് അഭിനയിച്ച ഫസ്റ്റ് ടേക്ക് എടുത്ത സീൻ ഓർമ്മയുണ്ടോ? മലയാള സിനിമ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? അതിന് തൊട്ട് മുമ്പ് ആ സീൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഫീല്. അതും ഗ്രാജുവലിയുള്ള പരിപാടിയാണ്. ആദ്യമായിട്ട് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്നത് പുള്ളിമാൻ എന്ന് പറയുന്നൊരു സിനിമ, കലാഭവൻ ചേട്ടൻ്റെ പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ. അത് പാലക്കാട് കോട്ടായിൽ ഷൂട്ട് നടക്കും. അപ്പോൾ ഡ്രാമ സ്കൂളിൽ നിന്ന് നമ്മളൊരു കൂട്ടം ആൾക്കാർ, ഒരു 8-10 പേര് അങ്ങനെ ഉണ്ട്, നമ്പർ കൃത്യമല്ല. അങ്ങനെ ഇത്രയും ആൾക്കാരെ ആ സിനിമയിൽ ഒരു സ്ട്രീറ്റ് പ്ലേയുടെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ സീനിയറൊക്കെ തന്നെ അവിടെ അസിസ്റ്റ് ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി. പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംസ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള നാടകം കളിക്കുന്ന അതേ മൂഡിൽ പോയിട്ട് നമ്മുടെ സ്ട്രീറ്റ് പ്ലേയും ആണല്ലോ. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിടുന്നു, മറ്റേതിടുന്നു, അവർ ഷൂട്ട് ചെയ്യുന്നു, കംഫർട്ടബിൾ അങ്ങനെയുള്ളൊരു പരിപാടിക്കാണ് പോകുന്നത്. പോയിട്ട് അവിടെ പോയി ചെയ്യുന്നത് ഒരു പാട്ട് സീനാണ്. ഒരു പാട്ട് സീനിൽ അവരൊരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. മറ്റേ കോസ്റ്റ്യൂം മറ്റു പരിപാടികളൊക്കെ കെട്ടിട്ട് അങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ എവിടെങ്കിലൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ കണ്ടു കണ്ടില്ലേ ആ മൂടായിരുന്നു. ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ പിന്നെ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ. പ്രിപ്പറേഷൻ കൊറിയോഗ്രാഫർ വന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പന്തൊക്കെ കയ്യിലുണ്ട്, അങ്ങനെ തുള്ളി കളിച്ചാൽ മതി. ക്യാമറയിൽ കാണണമെങ്കിൽ ചിലപ്പോ ഒന്ന് ചാടേണ്ടി വരും. 3-4 വരി കഴിഞ്ഞിട്ട് പുറകിലായിരിക്കും നമ്മൾ. പിന്നെ ആ പടത്തിൽ തന്നെ മണിച്ചേട്ടൻ സെന്ററിൽ നമ്മളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിട്ടൊരു ഫുൾ ഫ്രെയിം കിട്ടി. മണിച്ചേട്ടന്റെ ഫേസ് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെയൊക്കെ ഫേസ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഫേസ്. അത് വൻ പരിപാടിയായിരുന്നു. ആക്ഷന് തൊട്ട് മുൻപ് എല്ലാവരുടെ മുഖത്തും മാസ്ക്, സൂര്യകാന്തിയുടെ. പിന്നെ ഇല്ലല്ലോ, തളരല്ല, ഒരു പിന്നെ പേടിയില്ല നമ്മുടെ മുഖത്തിന്റെ എന്താ കാണിക്കണ്ടേന്ന്. അങ്ങനെ ഒരുപാട് സ്ലാങ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ പല പല കഥാപാത്രങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നു നോർമൽ സ്ലാങ്ങിൽ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടല്ലേ സ്ലാങ് പൊതുവെ വരാറ് എല്ലാ ക്യാരക്ടേഴ്സിനും? നോർമലായിട്ട് കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിലെ തന്നെ ഒരുപാട് സ്ലാങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഞാൻ പാലക്കാടുകാരനാണ്, അതുകൊണ്ടിട്ട് സ്വന്തം സ്ലാങ് തന്നെ കൈകാര്യം ചെയ്യാൻ ഈസി ആയിരുന്നു എന്ന്. പാലക്കാട് അല്ലാതെ തൃശ്ശൂര്. അപ്പൊ ഈ സ്ലാങ്ങിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഡ്രാമ സ്കൂളിൽ വന്ന സമയത്ത് ഡ്രാമ സ്കൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ട്. കാസർഗോഡും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ഒരു സ്ലാങ്ങിൻ്റെ രീതിയും മറ്റേതൊക്കെ അവർ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരു സ്ലാങ് ഉണ്ടാവും. പിന്നെ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞിട്ടൊരു സ്ലാങ് ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ചുവകൾ ഉള്ളൊരു ഇതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൽ. പിന്നെ ഈ സ്ലാങ്ങൊക്കെ തൃശ്ശൂർ, ഇപ്പം ഞാൻ കൊറോണ എല്ലാം ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ സ്ലാങ് ആയിരുന്നു. അപ്പം ഞാൻ തൃശ്ശൂർ തന്നെ പഠിച്ചു. അവിടെ കുറേ ആൾക്കാരുടെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുമായിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേത് കിട്ടിയത്. അങ്ങനെയൊക്കെ തന്നെ ആൾക്കാരെ കണ്ടിട്ടുള്ളൊരു ഇതും ഇതൊക്കെ വെച്ച് പിന്നെ നമ്മളത് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ആ നാട്ടിൽ ആൾക്കാർ പിന്നെ റൈറ്റർമാരാണെങ്കിലും മറ്റവരൊക്കെ അവർ സ്വന്തം ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ജയ 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 ഹേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും, പ്രണയവിലാസം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും, കൊറോണ ദാനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, കൊറോണ ദാനം ചെയ്യുന്ന സമയത്ത് ടീം മൊത്തം തൃശ്ശൂർകാരാണ്. ഇവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും, നല്ല സപ്പോർട്ടായിരിക്കും. ഓരോ വരിക്കും ഓരോ വേർഡ്സിനടക്കം അവർ ഇത് പറഞ്ഞുതരും. നമുക്കധികം പരിപാടിയില്ല. സ്ലാങ് അല്ലാതെ ഇപ്പം മലയാളം അല്ലാതെ ലാംഗ്വേജസ് വേറെ എല്ലാം അറിയോ? ഏതൊക്കെ അറിയാം? മലയാളം മാത്രമേ തമിഴ് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. കൊഞ്ചം പേശാനും തിരിയും. കൊഞ്ചം തിരിയും. ഫ്ലുവൻ്റ് അല്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. ഹിന്ദി, നെഹി, ഇംഗ്ലീഷ് നെഹി എന്ന് പറഞ്ഞാൽ നെഹി അങ്ങനെ. ഓക്കെ, അപ്പൊ മലയാളമാണ് ബെറ്റർ ആയിട്ടുള്ളൂ എന്നാണോ? മലയാളം ബെറ്റർ ആയിട്ട് അറിയോ? കൊഞ്ചം. ഓക്കെ, പിന്നെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഈ അഭിനയിച്ച്
മൂവീസൊക്കെ കണ്ട് ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു വാവ്, അതായത് ആ ഫസ്റ്റ് സീനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു സംഭവമില്ലേ, തിയേറ്ററിൽ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഒക്കെ, അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു? അടിപൊളിയായിരുന്നു. ആ സ്ക്രീനിൽ നമ്മളെ കാണുന്ന സമയത്ത് എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റാറില്ല. ടെൻഷനും മറ്റു പരിപാടി. ഞാൻ കാണുന്ന സിനിമ, ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നതിന് മുൻപ് നാടകം ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സമയത്ത്, നാടകം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ എടാ സമയം അടിപൊളിയായിരുന്നു. അപ്പൊ അവരുടെ ഒരു ആ സന്തോഷത്തിന് ഇതൊക്കെ നിന്നിട്ട് നമ്മൾ ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണും. അപ്പോഴാണ് നമുക്ക് കാണുന്നത് ഇതാണോ ഞാൻ ചെയ്തു വെച്ചത്, മനസ്സിൽ വേറെ എന്തൊക്കെയോ പെട്ടക്കുന്നത്. പക്ഷെ അതേ ഫീൽ തന്നെയാണ് ഞാൻ ആദ്യം ചെയ്യുന്ന പടങ്ങളിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. എൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ പോകും. ഓ നൈസായിട്ട്. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ, ഇപ്പൊ അത് ശീലമായി എന്താ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കാണും. എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. തരംഗം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലുലുവിൽ പോയിട്ട് നേരത്തെ ക്രൂ കാണുന്നതിന് മുൻപ് നമ്മൾ ഷോ ഉണ്ട്, വേറൊരു പ്രോഗ്രാമിന്, നാടകത്തിന്റെ തന്നെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു. അപ്പൊ ക്രൂവിന്റെ കൂടെ അല്ലാതെ അതിനേക്കാൾ മുൻപുള്ളൊരു ഷോയ്ക്കാണ് ഞാൻ പോയത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സും പരിപാടികളൊക്കെ അവരൊക്കെ ആയിട്ട് തരംഗം കണ്ടിറങ്ങി പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളും എല്ലാവരൊക്കെ കൂടിയിട്ട് അതിൽ ലുലുവിൽ അന്ന് സെലിബ്രിറ്റി ആയിട്ട് പടത്തിൽ അഭിനയിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റേ ക്രൂവിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മറ്റേ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഉണ്ടാവും. ഇതില് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കലും മറ്റു പരിപാടി ആകുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഒരു സർപ്രൈസ് മൂമെന്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അടുത്തിരുന്ന ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും? ഇങ്ങനെ മൂവി കണ്ടോണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിലെ ആളുകൾ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കമന്റ് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊക്കെ എന്തോന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടോ? എന്തിനാ റിയാക്ട് ചെയ്യുന്നില്ലേ? എങ്ങനത്തെ കമന്റ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കമന്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന? അല്ല, ഇപ്പൊ ഈ പറയുന്ന ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന ഫസ്റ്റിലെ കാണുമ്പോഴുള്ള ഒരു ഗൂസ്ബം കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ? ഇപ്പൊ കുറച്ച് ഗ്രോത്ത് നോക്കുമ്പം പഴയ ആ ഒരു പൊസിഷനിലല്ല ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ആളുകളിലാണെങ്കിലും റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെ സ്റ്റാർഡം വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പുറത്തൊക്കെ ഇറക്കുമ്പോ? എനിക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഞാൻ 5 പടങ്ങൾ ചെയ്തു, മറ്റേ സ്ക്രീനിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ടിവിയുടെ താഴെ മറ്റേ ജയഹയുടെയും ഈ രട്ടയുടെയും പ്രണയവിലാസത്തിന്റെയും ജാനമന്റെ ഒക്കെ മറ്റേ സെലിബ്രേഷൻ കിട്ടുന്ന ഷീറ്റുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ പോയി. ആൾക്കാരുടെ പോയ സമയത്ത് നമ്മൾ ആരുമില്ല, ആരും അറിയുന്നില്ലതോ. റൂമിലിരിക്കുമ്പോ മാത്രം നമ്മള് സെലിബ്രിറ്റി, പുറത്തിറക്കുമ്പോ വലിയ ഇതില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളുന്ന പോലും ഇല്ല. നമ്മള് തള്ളുന്നതാണോ? ഇത്രയും കേട്ടിട്ട് തള്ളുന്നതാണോ തോന്നിയേ? ഞാൻ എന്ത് സത്യസന്ധമായിട്ടാ കാര്യങ്ങളൊക്കെ പറയുന്നേ? തള്ളുന്ന പുച്ഛം.